സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഫേമസ് ഇറ്റാലിയൻ ഡിസേർട്ട് ആയിട്ടുള്ള തിരാമിസു ഉണ്ടാക്കിയാലോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു ഐറ്റമാണ് തിരാമിസു എന്ന് പറയുന്ന ഡിസേർട്ട്. തിരാമിസു എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് അത്ര സുപരിചിതം അല്ലാത്തൊരു പേരാണ് അല്ലേ? അപ്പോൾ എന്താണ് ഈ തിരാമിസു എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളതും അതുപോലെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നമുക്ക് കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് തിരാമിസു ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണോട് അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസും ഷോർട്സ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമുക്കെങ്കിൽ തുടങ്ങാം. അപ്പോൾ തിരാമിസു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. നമ്മൾ റസ്ക് വെച്ചാണ് തിരാമിസു ഉണ്ടാക്കുന്നത്. സാധാ റസ്ക് അല്ല, ബ്രിട്ടാനിയയുടെ റോസ്റ്റഡ് റസ്ക് തന്നെ വേണം കേട്ടോ. പിന്നെ റസ്കിൻ്റെ ക്വാണ്ടിറ്റി, നമ്മൾ എടുക്കുന്ന തിരാമിസു ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം അതേത് പാത്രമാണ് അതനുസരിച്ചുള്ള അളവിലാണ് റസ്ക് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ക്രീം ചീസാണ്. ക്രീം ചീസ് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മളിത് വീട്ടിലുണ്ടാക്കിയെടുത്തതാണ്. പിന്നെ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത്. നെസ്കഫയോ ബ്രൂവോ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 250 ml അരക്കപ്പ് പഞ്ചസാര, 125 ml പഞ്ചസാര വേണം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് വാനില എസൻസ് ആണ്. വാനില എസൻസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറു ചൂടുവെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ 250 ml 1.5 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തിരാമിസു ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനിയിപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെക്കുക. ആ ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം, 1.5 കപ്പ് വെള്ളം, അത് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 250 ml 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് ചൂടുവെള്ളമല്ല വേണ്ടത്, നമുക്ക് ചെറു ചൂടുവെള്ളമാണ് വേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറമെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെസ്കഫയോ ബ്രൂവോ ഒക്കെ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് വേണം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കോഫി പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ ഒരു കടുപ്പം വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മിക്സിന്. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാര ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് പഞ്ചസാര നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കണം, ഒട്ടും തരി കാണരുത് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രീം ചീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ക്രീം ചീസ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ 3 കവർ പാലിൻ്റെ ക്രീം ചീസാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പാല് തിളയ്ക്കാനായിട്ട് വെച്ച് തിള വരുന്നതിന് മുന്നേ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയോ നാരങ്ങാനീരോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരോ വിനാഗിരിയോ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിയുമ്പം ഒരു അരിപ്പയിലേക്ക് ഒരു തുണി വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് പിഴിഞ്ഞെടുക്കുക. പുളി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പൈപ്പിൻ്റെ അടി പിടിച്ച് ചീസ് ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഊറ്റിയെടുത്തപ്പോൾ കിട്ടിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ആ ചീസ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ക്രീം ചീസാണ് നമ്മളിപ്പം ഇതിലേക്ക് മിക്സ് ചെയ്തേക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാരണവശാലും ഒരുപാട് നേരം അടിക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാവുള്ളൂ കേട്ടോ. ഒരുപാട് നേരം അടിച്ചാൽ ക്രീം ലൂസായി പോകും, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാവുള്ളൂ. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം 250 ml 1 കപ്പ് ഫ്രഷ് ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീമും ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിലെല്ലാം നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാവുള്ളൂ കേട്ടോ. ഒരു കാരണവശാലും ഒത്തിരി നേരം ഇട്ട് മിക്സിയിൽ അടിക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ മതി. ഇതുണ്ടോ, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടേണ്ടത്. ഞാൻ നിങ്ങളൊരു സ്പൂൺ വെച്ച് കാണിക്കാം നിങ്ങളെ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആ ഒരു ക്രീം കിട്ടേണ്ടത്.
ഇത് കൂടുതൽ ലൂസായി പോകരുത് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ക്രീം ചീസ് ചേർത്ത് കഴിഞ്ഞിട്ടും ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞിട്ടും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാവുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് നമുക്ക് വേണമെങ്കിൽ ആ ഫ്രഷ് ക്രീം ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മറന്നു പോയതാണ് ആക്ച്വലി. ഇത് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ വാനില എസൻസ് ആ ക്രീമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. ഇതുപോലത്തെ ഒരു ട്രേയോ അല്ലെങ്കിൽ അടി പരന്ന ഏത് പാത്രവും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ആ പാത്രം എടുത്ത് വെക്കുക. നമുക്ക് ചോറ്റുപാത്രം ആണെങ്കിലും ഉപയോഗിക്കാം. അടി പരന്നായിരിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റസ്ക് നമ്മൾ നേരത്തെ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ആ റസ്ക് ഒന്ന് ബെഡ് ചെയ്യാം. ഇതുപോലെ അടുക്കി വെക്കുക. ഒരുപാട് നേരം റസ്ക് കോഫിയുടെ ഒരു മിക്സിലിട്ട് കുതിർത്ത് കളയരുത്. ചെറുതായിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് എടുത്താൽ മതി. ഇതുപോലെ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ ചെറിയ ഗ്യാപ്പ് വന്നേക്കാം. പക്ഷെ അത് കാര്യമാക്കണ്ട, നമുക്ക് ലാസ്റ്റ് അത് ഫില്ല് ചെയ്യാം. ഇതുപോലെ ലാസ്റ്റത്തെ ഒരു ലെയർ നമ്മൾ തിരിച്ചാണ് റസ്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം. പാത്രത്തിന് സ്പേസ് കുറവായിട്ട് നമ്മൾ തിരിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ആദ്യത്തെ ഒരു ലെയർ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ലെയർ ചെയ്ത് വന്നപ്പം ഒരു ചെറിയൊരു പീസിൻ്റെ കുറവ് വന്നു. അത് നമുക്കൊരു റസ്ക് നടുവൊന്ന് മുറിച്ചിട്ട് നടുവൊന്ന് മുറിച്ച് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉള്ളത് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങളിന്ന് കാണിക്കാം. ഇത് കണ്ടോ, നമ്മൾ ആദ്യം റസ്ക് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അത് കാര്യമാക്കണ്ട. നമുക്ക് ഒരു റസ്ക് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്തെടുത്ത് സൈഡിൽ കൂടെ ഒക്കെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പം സൈഡിൽ കൂടെ ഉള്ള ഗ്യാപ്പൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെറിയൊരു റസ്ക് എടുത്തിട്ട് അത് കുതിർത്ത് സൈഡിൽ കൂടെ ഒന്ന് ചെറുതായിട്ട് ചെറിയ പീസുകളാക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, ആ ക്രീം നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ ഒഴിച്ചു കൊടുക്കണം. ക്രീം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ പകുതി നമ്മൾ ആദ്യം ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ക്രീം പകുതി നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചിൽ വെച്ച് നമുക്ക് അതിൻ്റെ എത്താത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഒരുപാട് പ്രസ് ചെയ്ത് വലിക്കരുത് കേട്ടോ. നമുക്ക് നമ്മുടെ റസ്ക് വിട്ടു പോരരുത്. ചെറുതായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. കുറച്ച് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എത്താത്ത സ്ഥലങ്ങളിലേക്കൊക്കെ അതൊന്ന് നന്നായിട്ടൊന്ന് എത്തിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ ക്രീമും ഒഴിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ കോർണറിലേക്കും ക്രീം നന്നായിട്ട് എത്തിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ റസ്ക് എടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെയർ റസ്ക് ബെഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ നമ്മൾ റസ്ക് ആ കോഫിയുടെ ഒരു മിക്സിൽ മുക്കിയെടുക്കുമ്പം ആദ്യത്തിൻ്റെ ഒപ്പം ജ്യൂസിയാക്കി മുക്കിയെടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പുറമെ ഒന്നുകൂടെ ക്രീം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ജ്യൂസിയാക്കി എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ആദ്യം വെച്ചതുപോലെ തന്നെ നമ്മളെല്ലാം നിരത്തി വെക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ലെയറും നമ്മൾ ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിൽ കൂടെ ഒക്കെ ഉള്ള ഫില്ലിങ് നമുക്കിതുപോലെ ഒരു റസ്ക് എടുത്ത് കുതിർത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ ലെയറും നമ്മൾ അതിൻ്റെ ഗ്യാപ്പൊക്കെ നല്ലതുപോലെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ക്രീം ഉണ്ടല്ലോ, ആ ക്രീം കൂടെ അതിൻ്റെ പുറത്തൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ക്രീമും കൂടെ അതിൻ്റെ പുറത്തുകൂടെ ഇത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ക്രീം ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ സ്പാച്ചിൽ വെച്ച് തന്നെ ആദ്യത്തെ പോലെ തന്നെ ആ ക്രീം എത്താത്ത സ്ഥലങ്ങളിലൊക്കെ വീണ്ടും ഒന്ന് ക്രീം ആക്കി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുക്കുവാണെങ്കിൽ ക്രീം എത്താത്തടത്തൊക്കെ ക്രീം ആകുകയും ചെയ്തോളും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ ഉണ്ടല്ലോ, നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിരുന്നത്. അതൊരു അരിപ്പ എടുത്തിട്ട് അരിപ്പയിലേക്ക് ആ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൈ വെച്ച് തട്ടി ആ കൊക്കോ പൗഡർ അതിൻ്റെ മേളിൽ കൂടെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതുണ്ടോ എല്ലാ സ്ഥലങ്ങളിലും എത്തണം. അതിൻ്റെ മുകളിൽ കൂടെ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് അതെല്ലാം കംപ്ലീറ്റ് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കൊക്കോ പൗഡർ. എല്ലായിടത്തും തന്നെ കൊക്കോ പൗഡർ ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇതുണ്ടോ ഇതുപോലെ നമുക്ക് അതിൽ ഫുള്ള് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ തിരാമിസുവിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എന്താണ് തിരാമിസ് എന്നുള്ളത് ഞാൻ പറയാമെന്നുള്ളത്. തിരാമിസ് എന്ന് പറയുന്നത് ഇറ്റലിയിലുള്ള ട്രെവീസോ എന്ന സ്ഥലത്ത് 1970 കണ്ടുപിടിച്ചതെന്ന് പറയുന്നു. അവിടെയുള്ള 2 ഷെഫുമാർ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഡെസേർട്ടാണെന്നാണിത് പറയപ്പെടുന്നത്. തിരാമിസു എന്ന വാക്കിൻ്റെ അർത്ഥം പിക്മിയപ്പ് എന്നാണ്, അല്ലെ ചീർമിയപ്പ് എന്നാണ് തിരാമിസു എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം. പിന്നെ 1980-90കളോടുകൂടി ഇറ്റലിയിലെ പല സ്ഥലങ്ങളിലേക്ക് അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് ഇത് വ്യാപിച്ചു. പിന്നെ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ മെനുവിൽ ഇതൊരു മെയിൻ ഒരു ഡെസേർട്ടായിട്ട് മാറി. പിന്നെ ഇറ്റാലിയൻ ഡിഷസ് ലോകമെമ്പാടും പോപ്പുലർ ആയതോടുകൂടി തന്നെ തിരാമിസുവും ഒരു ഇൻ്റർനാഷണൽ ഡിസേർട്ടായിട്ട് മാറുമായിരുന്നു. ഇതാണ് തിരാമിസുവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുണ്ടാക്കിയത് റസ്ക് വെച്ചാണെങ്കിൽ ഒറിജിനൽ തിരാമിസു ഉണ്ടാക്കുന്നത് ബിസ്ക്കറ്റ് വെച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുണ്ടാക്കിയേക്കുന്ന ഈ തിരാമിസു നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഏറ്റവും നല്ലത് ഒരു ഓവർനൈറ്റ് ഫുള്ള് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. നമുക്കെന്തായാലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് അങ്ങനെ നമ്മൾ തിരാമിസുവൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ആക്ച്വലി ഒരു ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഒരു ഓവർനൈറ്റ് ഫുള്ള് വെക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ക്രോസും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ക്രോസും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പീസ് നിങ്ങളൊന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു പീസ് എടുക്കുക. ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ആ ക്രീമിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും ക്രീം ചീസിൻ്റെ ഒക്കെ ആ ഒരു ക്വാണ്ടിറ്റി കറക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ലെയറായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം. ഇതുണ്ട് ഒരു സൈഡിൽ നിന്ന് നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ക്രീമിയാണ് കേട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാൻ വയ്യ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മളുണ്ടാക്കിയ തിരാമിസു ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് അടിപൊളി ഐറ്റം. സൂപ്പർ. നല്ല ജ്യൂസിയാണ് കേട്ടോ. ഉണ്ടോ നല്ല ജ്യൂസിയാണ്. നമ്മൾ ആ ക്രീം ചീസൊക്കെ ചേർത്തല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് എടുത്തറിയാനായിട്ടുണ്ട്. ക്രീം ചീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കടകളിലൊക്കെ എല്ലായിടത്തും തന്നെ ഇപ്പോൾ വാങ്ങിക്കാം, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഫ്രഷ് ക്രീം നമ്മൾ ആ ഒഴിച്ചതിൻ്റെയാണ് ആ ഒരു യാത്ര ഒരു ജ്യൂസി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ സത്യം പറയാലോ, റസ്ക് ആണെന്ന് പറയത്തേയില്ല. അതായത് ഇതുണ്ടോ, റസ്ക് നല്ല അലിഞ്ഞ് അങ്ങ് പോയിട്ടുണ്ട്. ഉണ്ടോ, റസ്കിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ്സോ അങ്ങനെ ഒന്നുമില്ല. നന്നായിട്ട് അലിഞ്ഞ് അങ്ങ് ചേർന്നിട്ടുണ്ട്. മധുരവും ഒട്ടും കൂടുതലെന്ന് പറയാനില്ല, കറക്റ്റ് മധുരമാണ്. അപ്പം നമ്മൾ ഈ ചേർത്തേക്കുന്ന ആ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അത് കറക്റ്റാണ്. നമ്മൾ എല്ലാത്തിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റാണ്. അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് കിട്ടിയേക്കുന്നത്. ഈ ലെയർ ആയിട്ട് കിട്ടിയേക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ആ കൊക്കോ പൗഡറൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് പറയാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. 100% ഗ്യാരണ്ടിയാണ്. കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കണ്ടല്ലോ, കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയുക. ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണോട് അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ കുക്കിംഗ് വീഡിയോസും ഷോർട്സൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോ കാണാം, അല്ലേ? ബൈ.